ചിക്കനും മുട്ടയൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ട് കിഡിലൻ ഐറ്റം ആണ് കേട്ടോ എന്ന് കാണിക്കുന്നത്. വെയിറ്റ് ലോസ് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ ചൂടോടുകൂടെ സ്കൂൾ ഇട്ടിരുന്ന മക്കൾക്കൊക്കെ സ്നാക്കായിട്ടും കൊടുക്കാൻ പറ്റും കേട്ടോ. ചെറിയ 4-5 പീസ് ചിക്കന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടിയാണെങ്കിലും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സവോളയും കുറച്ച് തക്കാളിയും അതുപോലെ ഒരു മീഡിയം സൈസിലെ ക്യാരറ്റും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വണ്ണൊക്കെ കുറക്കാൻ വേണ്ടി അടിപൊളിയാണ് കേട്ടോ. രാവിലെ അരിഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇത് കഴിച്ചാൽ മതിയാവും. ഒരെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വയറ് നന്നായിട്ട് നിറയും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരല്പം നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഓംലെറ്റ് തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ എഗ് ഓംലേറ്റ് ആണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിക്കനും കൂടെ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധിക ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്, അരിഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വശം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ആ വശം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത്രേ പണിയുള്ളൂ. നല്ല എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്